CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ കൊന്നിട്ട് കെട്ടിത്തൂക്കിയെന്നാണ്. അപ്പോൾ അതിൻ്റെ മറ്റൊരർത്ഥം PP ദിവ്യ കുറ്റം വിമുക്തിയാണെന്ന് ഹർജിക്കാർ തന്നെ പറയുന്നുവെന്നാണ്. PP ദിവ്യയുടെ പേരിലുള്ള ആരോപണം എന്താ? ആത്മഹത്യക്ക് പ്രേരണ. PP ദിവ്യ ഇതുവരെ കൊന്നിട്ട് കെട്ടിത്തൂക്കി എന്ന ആരോപണം ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ അത് MV ജയരാജനാണ് ചെയ്തതെങ്കിൽ അന്വേഷിച്ചോട്ടെ, നമുക്കെന്ന് പറഞ്ഞു. കൊന്നിട്ട് കെട്ടിത്തൂക്കിയത് ഒരു ജയരാജനാണ്, നാരായണനാണ്, കോരനാണ് എന്നാണെങ്കിൽ അന്വേഷിച്ചോട്ടെ, നമുക്കെന്ന്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാഴ്ചപ്പാട് എന്താ? ഏറ്റവും മികച്ച അന്വേഷണം നടത്തുകയാണ്. ഇപ്പോൾ ദിവ്യയുടെ തന്നെ സംഭവം നിങ്ങൾ എടുത്തു നോക്കുക. ദിവ്യ ആത്മഹത്യാ പ്രേരണ കുറ്റം നടത്തിയതായി പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നത് സംഭവം നടന്ന് രണ്ടാമത്തെ ദിവസം 15-ന് രാവിലെയാണ് കണ്ടത്. ഇതിൻ്റെ നാനാവശങ്ങൾ അന്വേഷിച്ചിട്ട് ഒരു നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരും. അപ്പം അങ്ങനെ ഒരു പോലീസിൻ്റെ അന്വേഷണത്തിൽ പിഴവുണ്ടെന്ന് ആർക്കാണ് ആക്ഷേപം? ആ കുടുംബത്തിനാണ്. സ്വാഭാവികമായും ആ കുടുംബത്തിന് കോടതിയെ സമീപിക്കാം. കോടതിയാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത്. പിന്നെ CBIയെ കുറിച്ചും EDയെ കുറിച്ചും NIA കുറിച്ചും ഇതുപോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുറിച്ചും CPMനോട് ചോദിച്ചാലുള്ള അഭിപ്രായം എന്താണ്? അതാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ഈ അന്വേഷണ ഏജൻസികൾ മികച്ചതല്ല. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, കൂട്ടിലിട്ട തത്തയാണ്. ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാനുള്ള ഉപകരണമായിട്ടാണ്. അതിനോട് CPMന് യോജിക്കും. 2 മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചതാണ് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചത്. അതിലൊരു മുഖ്യമന്ത്രി വീണ്ടും ജനഹിത പരിശോധനക്ക് സന്നദ്ധമായപ്പോൾ ഊതിക്കാച്ചിയ തങ്കത്തിൻ്റെ പത്തരമാറ്റ് തിളക്കത്തോടുകൂടി വീണ്ടും മുമ്പ് കിട്ടിയതിനേക്കാൾ സീറ്റോടുകൂടി വന്നിരിക്കുക. അപ്പോൾ അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്നതാണ് CBI അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ എന്ന രാഷ്ട്രീയമാണ് സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ബാക്കി കോടതിയാണ് തീരുമാനിക്കുന്നത്. ഹർജിക്കാരി നമ്മളെല്ലാം വളരെയേറെ ഇപ്പോഴും ദുഃഖിക്കുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് പ്രയാസം അനുഭവിക്കുന്ന കുടുംബത്തിലുള്ള ആളാണ്. നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് വിധവിയായ ഒരാളാണ് ഹർജിക്കാരി. അവർക്ക് ന്യായമായി കോടതിയെ സമീപിക്കാൻ അവകാശവും. ഞാൻ പറഞ്ഞത് എന്താ നവീൻ ബാബുവിനെ പറ്റി? നവീൻ ബാബുവിനെ ഞങ്ങളൊക്കെ അറിയുന്ന പോലെ നിങ്ങൾക്കറിയില്ല. നവീൻ ബാബുവിൻ്റെ തുടക്കം എളിയ തുടക്കമാണ്. ഒരു കൈക്കൂലിയും വാങ്ങാത്തതാണ് നവീൻ ബാബുവിൻ്റെ ചരിത്രം. എന്നാൽ ഉയർന്നു വന്ന ആരോപണം ചിലത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നാണ്. അതിൻ്റെ സത്യമെന്ത് ഞങ്ങൾക്കറിയില്ല. അത് അന്വേഷിച്ചാലേ കണ്ടെത്താൻ കഴിയും. ഇനി അങ്ങനെ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇത് നിങ്ങൾ കണ്ടിട്ടില്ല. ദിവ്യ ആ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം ശരിയായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ അടിസ്ഥാനമാക്കിയ എല്ലാം വിലയിരുത്തുക. ഇതിൻ്റെ വൈരുദ്ധ്യ സ്വഭാവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റത് പറഞ്ഞിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ നിങ്ങളെ കേൾപ്പിക്കാൻ ഇപ്പോൾ ഒരു അവസരം തന്നത് നന്നായി.